നമസ്കാരം. വാവ് കഴിഞ്ഞിട്ടും മഴ മാറുന്ന ലക്ഷണമില്ല. ഇവിടെ രാവിലെ നല്ല തെളിച്ചമായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറോളമായി പതുക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ? ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, നമുക്കറിയാമല്ലോ കർക്കിടക മാസത്തിലെ വാവും ബലിയടിയിലും ഒക്കെ ആ സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സമയമാണ്. ഇപ്പം എന്നേക്ക് അങ്ങനെ ഒരു സങ്കടം അച്ഛനെ കണ്ട ഓർമ്മയില്ല. അതുകൊണ്ട് ആ ഒരു വിഷമം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അച്ഛനും അമ്മയ്ക്കും എല്ലാ തുല്യമായി ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ അമ്മയാണ്. അപ്പം അമ്മയുടെ മരണത്തോടെ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഇപ്പോൾ ഈ കർക്കിടക മാസം വാവും ഒക്കെ അടുത്ത് വന്നപ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയും അതുപോലെ തന്നെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് വിട്ടു മാറാനും ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നു. മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? നമുക്ക് ഒരുപാട് കുറവുകൾ ഉണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം പോലും പോയി എന്ന് വേണം പറയാൻ. ഇന്നിപ്പം ഓണം വരുന്നു. ഈ സാഹചര്യത്തിലും നമുക്ക് ഓണത്തിന് കയറി ചെല്ലണമെങ്കിൽ അങ്ങനെ ഒരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ അമ്മയുള്ളപ്പോൾ നമുക്ക് ധൈര്യമായി എവിടെയും നമ്മുടെ കുടുംബത്തിൽ കയറി ചെല്ലാം. പക്ഷേ ഇപ്പോഴങ്ങനല്ല. നമ്മുടെ അമ്മയുടെ കാലം കഴിഞ്ഞ സമയം മുതൽ നമ്മളൊക്കെ അനാഥരായ പോലെ ഒരു തോന്നലാണ്. പിന്നെ സഹോദരങ്ങൾ, അവർക്ക് ഓണമില്ലേ, പല കുടുംബങ്ങളല്ലേ, അവരവരുടെ കുടുംബങ്ങളുണ്ടല്ലോ. എല്ലാം എന്നെ ഇപ്പോൾ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ അറിയാതെ കണ്ണിൽ കൂടെ വെള്ളം വരും. അത്രയ്ക്ക് സ്നേഹിച്ചതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ 4 മക്കളിൽ ചെറുപ്പം മുതൽ എന്നോടെല്ലാവർക്കും പ്രത്യേക ഒരു വാത്സല്യമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയ ഓർമ്മകൾ. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ഓരോ വാവും ഓരോ കർക്കിടക മാസത്തിലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥയാണ്. അറിയാതെ കണ്ണുനീര് വരുന്നു. നിങ്ങൾക്ക് വല്ലതും തോന്നുമായിരിക്കാമല്ലേ? സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ വയ്യാഴിക. ഞാൻ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊന്നും എൻ്റെ വയ്യാഴികയെക്കുറിച്ച് വയ്യാന്ന് പറയുന്നതേ ഉള്ളൂ, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഒളിച്ചു വച്ചിട്ടുമില്ല. പക്ഷേ ദൈവഹിതമെന്ന് പറയട്ടെ, അസുഖമൊക്കെ ഇപ്പം മാറി നിൽക്കുന്ന സമയമാണ്. പക്ഷേ എന്നെ പിന്തുടരുന്നത് പനിയാണ്. ഇപ്പോഴും പനിയാണ്. 4 ദിവസമായിട്ട് കിടപ്പായിട്ടിപ്പം 2 ദിവസമായുള്ള എഴുന്നേറ്റിട്ട് ഈ പനി എന്നെ വിട്ടുമാറാതെ ശല്യം ചെയ്യുന്നു. അത് ഈ മഴയും തണുപ്പും വരുമ്പോഴാണ് എനിക്ക് പനി. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു മരണം കൂടി
അത് മോർച്ചറിയിൽ വച്ചിരിക്കുന്നു. നാളെയാണ് അടക്കം. എൻ്റെ ഈ വയ്യാഴിക സാഹചര്യത്തിൽ പോകാനും പോകാതിരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. എങ്കിലും ആഗ്രഹമുണ്ട്. മരണമല്ലേ, ഇനിയും കാണാൻ പറ്റില്ലല്ലോ. പോയി കാണണം, ആഗ്രഹിക്കുന്നു. നമ്മൾ ഭൂമിയിലിരിക്കുമ്പോൾ എല്ലാവരും പറയും, എല്ലാവരും നല്ല പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നു. എൻ്റെ അനുഭവമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠമാണ്. സ്വർഗവും നരകവും എല്ലാം നമ്മുടെ ഭൂമിയിൽ തന്നെയാണ്. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിഷമങ്ങൾ, അതൊരു നരകം പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അത് നരകമാണ്. എന്നാൽ അതിനിടയ്ക്ക് ദൈവം നമുക്ക് ചില സന്തോഷങ്ങളും തരും. അത് സ്വർഗമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നെന്ന് എനിക്കറിയില്ല. പല കാര്യവും ഓർത്തപ്പോൾ അറിയാതെ കണ്ണും നിറഞ്ഞു പോകുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാൻ കരയുമല്ല കേട്ടോ. പറയാനില്ലേ, മനസ്സിന് കട്ടിയില്ലാത്തവർ പെട്ടെന്ന് സങ്കടപ്പെടുമെന്ന്. ആ അവസ്ഥയാണ് എനിക്ക്. എന്ത് പറയാൻ, മരണങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരമ്മ സുഖമില്ലാതെ കിടക്കുന്നു, വെള്ളം ഇറങ്ങാതെ. പുള്ളിക്കിടപ്പാണ് ഇന്ന് നാളെ എന്നുള്ള രീതി. ഞാൻ ആഗ്രഹിക്കുന്നു പോയി കാണണം എന്ന്. പക്ഷേ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ വയ്യ എങ്കിൽ പോലും എൻ്റെ മകളും മരുമോനും പറഞ്ഞു കൊണ്ടുപോയി കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ പോകാനുള്ള രീതിയിൽ ഇരിക്കുകയാണ്, അവരുടെ വിളിയും കാത്ത്. എല്ലാം കൂടെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം. നമ്മളെ സ്നേഹിക്കുന്നവരും ഒക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ എന്തൊക്കെയോ കുറവുകൾ നമുക്ക് സംഭവിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തർ പൊഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ ഓർക്കുമ്പം എന്തെന്നില്ലാത്ത സങ്കടം. ഓരോ വാവ് വരുമ്പോഴും ദൈവമേ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓരോ കുടുംബത്തെയും കാര്യമാണ്. ഞാൻ എൻ്റെ കുടുംബത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, ഓരോ കുടുംബത്തിലും സംഭവിക്കുന്നതാണ്. അതുപോലെ എൻ്റെ കുടുംബങ്ങളിലും സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ വാവിന് കൂടുതലും മരണം കേട്ടില്ല. പക്ഷെങ്കിൽ കേട്ടതിപ്പം നമ്മുടെ കുടുംബത്താണ്. ചിരിക്കുന്നെങ്കിലും ചിരിയിൽ സങ്കടത്തിൽ കൂടിയുള്ള ചിരി. എന്തായാലും നാളെ മരണത്തിന് പോകണം. എൻ്റെ അപ്പച്ചിയുടെ മകളുടെ ഭർത്താവാണ് മരിച്ചത്. അത് അപ്പച്ചിയുടെ മകളുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരന് തുല്യമാണ്. കാരണം എൻ്റെ വിവാഹ കാര്യങ്ങൾക്കും എല്ലാം മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പോലും എൻ്റെ അപ്പച്ചിയും കുടുംബവും ഒരുപാട് സപ്പോർട്ട് എനിക്ക് ചെയ്തതാണ്. എനിക്ക് വയ്യാതെ വന്നപ്പം നേരത്തെ പോയിന്ന് കാണാൻ പറ്റിയില്ല. ആ സങ്കടമുണ്ട്. അതേപോലെ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ മരിക്കുമ്പോൾ. എൻ്റെ അമ്മ പോയി കഴിഞ്ഞ അടുത്ത അമ്മ അതായിരുന്നു. അമ്മയെ കാണാനും ഒരുപാട് ആഗ്രഹിച്ചു. അന്നും ഞാൻ സുഖമില്ലാതെ കിടന്നു. എന്തോ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരും പ്രിയപ്പെട്ടവർ പോകുമ്പോൾ എനിക്കവരെ ആരെയും കാണാൻ പറ്റാത്ത ഒരു സങ്കടം. ആ സമയങ്ങളിലെല്ലാം എനിക്ക് വയ്യാതിരിക്കുന്ന അവസ്ഥ. ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായിരിക്കും.
എൻ്റെ അമ്മയ്ക്ക് തുല്യം. എൻ്റെ അമ്മ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യമ്മ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ, ഞങ്ങൾ കുഞ്ഞമ്മയെന്നാണ് വിളിക്കുന്നത്. പ്രായത്തിൽ എൻ്റെ അമ്മയെക്കായിൽ വിളയതാണ്. അതുകൊണ്ട് കുഞ്ഞിലേ മുതൽ അങ്ങനെ കുഞ്ഞമ്മയെന്ന് അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ വല്യമ്മയെ കുഞ്ഞമ്മയെന്നാണ് വിളിച്ചത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞമ്മയെന്നാണ് വിളിച്ചത്. രണ്ടുപേരും ഒരു പ്രായം കൊണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ചെറുപ്പം മുതൽ ഞങ്ങൾ മക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരെയും അങ്ങനെയാണ് വിളിച്ചത്. അതും ഒരു സങ്കടമായിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ട്, എനിക്ക് കാണാൻ പറ്റാഞ്ഞത്. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. കരയാനും സങ്കടപ്പെടാനും മാത്രമായി ആയ ഒരു ജന്മം. ഒരുപാട് കൂട്ടുകാരും പുറത്തൊരുപാട് പൊതുരംഗത്ത് നിന്നതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. ഫാമിലി ഫ്രണ്ട്സുകളും ഒക്കെ കുടുംബമായി ഞാനുമായിട്ടുള്ള ബന്ധം. അവരെയൊക്കെ കാണുമ്പോഴും അവരൊക്കെയായി സംസാരിക്കുമ്പോഴും പുറത്തോട്ടിറങ്ങുമ്പോഴും ഒക്കെയായിരുന്നു എൻ്റെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത്. ഇപ്പം വയ്യാതായതിനു ശേഷം വീട്ടിൽ തന്നെ ആയപ്പം ദുഃഖങ്ങളെല്ലാം മനസ്സിലിങ്ങനെ ഇരിക്കും. ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടും. ഇപ്പം വീട്ടിലാരുമില്ല. മോള് പുറത്തോട്ട് പോയി. എന്തോ ഓരോന്നോർത്തപ്പം സങ്കടം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ നിങ്ങളുമായിട്ട് എൻ്റെ സങ്കടം പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാവർക്കും ഉള്ള സങ്കടമല്ലേ, നമുക്ക് സഹിക്കാനല്ലേ പറ്റൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആശ്വസിക്കും. പക്ഷേ എന്നാലും എൻ്റെ ഹൃദയത്തിൽ അത് താങ്ങാൻ പറ്റുന്നില്ല. അത് പുറത്ത് എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഭൂമിക്കടിയിൽ നിന്നൊരു കുമള പൊട്ടി മുകളിലോട്ട് ജലം ചിന്ന മാതിരിയുള്ള ഒരു പ്രകമ്പനം. അതാണ് എൻ്റെ മനസ്സിൽ. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? ഓക്കെ.